അമ്മേ, നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? നൊത്തോലി പീരയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യമേ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്, കുറച്ച് കറിവേപ്പില, ഒരു 7-8 ചെറിയുള്ളി, എരിവുള്ള 1 വലിയ പച്ചമുളകും 3 ചെറിയ പച്ചമുളകും, 1 കഷ്ണം ഇഞ്ചി, ഇത്രയും ആവശ്യമായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടി വേണ്ടാത്തവർ ഇടണ്ട. കുറച്ച് കറിവേപ്പില. ഇത്രയും മതി. ഇനി വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലപോലെ അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടേണ്ടതുണ്ട്, നമ്മൾ മറന്നുപോയി. ഇപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വന്ന് ഇട്ടു. ഇനി ഒരിക്കൽ കൂടെ ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് 1/4 കിലോ നൊത്തോലി മീൻ തട്ടി കൊടുക്കാം. ഇപ്പം നമ്മൾ തീ കത്തിച്ചിട്ടില്ല. ഇനി അരച്ചു വെച്ച കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കുടംപുളി പിച്ചി കീറി ചൂടുവെള്ളത്തിലിട്ട് വെച്ചൊക്കെയാണ്. ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് വെള്ളം, അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിക്കാം. ഇനി ഒന്ന് നന്നായിട്ട് അടയ്ക്കരുത്, കുറച്ചിങ്ങനെ തുറന്ന് വെച്ചേക്കണം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയം ഉപ്പും പുളിയും ഒക്കെ നോക്കാം. പുളി കൂടുതലാണെങ്കിൽ നമുക്ക് പുളി എടുത്ത് മാറ്റണം. കാരണം കുടംപുളി കിടക്കും തോറും വീണ്ടും വീണ്ടും പുളി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ട് ഇത്രയും പുളി നമ്മളിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. നല്ലപോലെ ഇനി ഇതിരുന്ന് വറ്റണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്പൂൺ വെച്ചോ ഒന്നും ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. അതിന് പകരം ചട്ടിയെടുത്ത് കയ്യിലെടുത്ത് കറക്കിയാൽ മതി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തീയിന്ന് എടുത്ത് മാറ്റി കുറച്ച് സമയം അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. തീ ഇപ്പോൾ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ മീൻ പീര റെഡി ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുടംപുളി യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കുടംപുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാളംപുളി യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്